തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ അമ്മ സുരിത പോലീസ് കസ്റ്റഡിയിൽ. പോത്തങ്കോട് മഞ്ഞമല സുരിത സജി ദമ്പതികളുടെ 36 ദിവസം പ്രായമുള്ള മകൻ ശ്രീദേവിനെയാണ് വീടിന് പിന്നിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. തിരുവനന്തപുരം പോത്തൻകോട് മഞ്ഞമലയിലാണ് നാടിനെ നടുക്കിയ സംഭവം. സുരിത സജി ദമ്പതികളുടെ മകൻ ശ്രീദേവിനെ വീടിനു പുറകിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വെളുപ്പിനെ 3:30-ഓടെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പിതാവ് സജി പോത്തൻകോട് പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കിണറ്റിനുള്ളിൽ കണ്ടെത്തിയത്. കിണറ്റിന്റെ കൈവരിയിൽ കുഞ്ഞിന്റെ ടവൽ കണ്ടെത്തിയതിനെ തുടർന്ന് സംശയം തോന്നിയ പോലീസ് കഴക്കൂട്ടം ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തി കുട്ടിയെ പുറത്തെടുത്തെങ്കിലും കുട്ടി മരണപ്പെടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാവ് സുരിതയെ പോത്തൻകോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് മാതാവിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് പോത്തൻകോട് പോലീസ് പറഞ്ഞു. അർദ്ധരാത്രി 2 മണിയോടുകൂടി കുട്ടിയെ കാണാതായി എന്നാണ് പരാതി. പുറകുവശത്തെ വാതിൽ തുറന്നു കിടന്നിരുന്നു. വാതിലിൽ കൊളുത്തില്ലാത്തതിനാൽ ഒരു കസേര വച്ചാണ് അടച്ചിരുന്നതെന്നാണ് വീട്ടുകാരുടെ മൊഴി. കുഞ്ഞിന്റെ മുത്തച്ഛൻ സുധാകരൻ പറയുന്നത് ഇങ്ങനെയാണ്. 2 മണിക്ക് കൊച്ചിന് പാൽ കൊടുത്ത് കിടത്തി. കട്ടിലിൻ്റെ 2 സൈഡിലും 2 കുട്ടികളെ വെച്ച് കിടത്തിയിരുന്നു. മൂത്തമ്മൻ്റെ സൈഡ് തിരിഞ്ഞ് നടന്നിട്ട് ഈ കൊച്ചിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞാണ് കിടന്നതെന്ന് പറഞ്ഞു. പിന്നെ പാലോട് കുറച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കൊച്ചിനെ കണ്ടില്ല. നോക്കിയപ്പം കിണറ്റിൻ്റെ അവിടെ ഒരു ടവൽ കിടന്നു. ഈ പെരടം മൊത്തവും നോക്കി അവിടെ എങ്ങാനും പിന്നെ ഈ തുണി ഉപേക്ഷിച്ച് പുറത്ത് കൊണ്ടുപോയെന്ന് വിചാരിച്ചു. പോലീസും വന്നു അതിൻ്റെ കാര്യം ഇത് നോക്കുന്നുണ്ട്. ഫയർഫോഴ്സ് വിളിച്ച് കിണറ്റിൽ പരിശോധന കൊച്ച് കിണറ്റിൽ തന്നെ ഉണ്ടെന്നുള്ള ബോധ്യമായി. ഇങ്ങനെയാണ് എന്തരാണെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പ്രസവശേഷം സുരിത കുടുംബ വീട്ടിലായിരുന്നു താമസം. വീട്ടിൽ സുരിതയുടെ മാതാവും സഹോദരിയും അവരുടെ കുഞ്ഞുങ്ങളുമുണ്ട്. സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂവെന്ന് പോത്തൻകോട് പോലീസ് പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.